എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വ്യക്തിബന്ധം നന്നാവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾക്ക് ടാരോനോട് ചോദിക്കാം. നമ്മൾ ഇന്നിവിടെ 3 കാർഡുകളാണ് എടുക്കുന്നത്. ആദ്യത്തെ കാർഡ് നിങ്ങളുടെ എനർജിയെയാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജിയും. മൂന്നാമത്തെ കാർഡ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ ടാരോ നൽകുന്ന ഗൈഡൻസുമാണ്. റീഡിങ്ങിലേക്ക് വരുമ്പോൾ എംപററിൻ്റെ എനർജിയിലാണ് നിങ്ങൾ എന്ന കാർഡ് സൂചിപ്പിക്കുന്നു. വളരെയധികം നേതൃത്വ ഗുണവും ചിട്ടയും ഒക്കെ ഉള്ള ആളാണ് നിങ്ങൾ എന്ന് കാണുന്നു. എന്നാൽ പ്രണയത്തിലും കുറച്ചൊക്കെ അച്ചടക്കം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? ഒരു പക്ഷേ നിങ്ങളുടെ പങ്കാളിയെ അത് ശ്വാസം മുട്ടിക്കുന്നുണ്ടാവാം. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടാവാം. ഇനിയിപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജി നോക്കുമ്പോൾ വളരെയധികം വേദനാജനകമായ സിറ്റുവേഷനിൽ തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണറും എന്നാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന തോന്നൽ കൊണ്ടാവാം. ഒരു വേർപിരിയലോളം തന്നെ പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് അവരുടെ മാനസികാവസ്ഥയും. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ഈ രമ്യതയിൽ പോകാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ടാരോനോട് ചോദിച്ചപ്പോൾ ടാരോ തന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. കിങ് ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടത്ര പരിഗണനയും ബഹുമാനവും കൊടുക്കണം എന്നാണ് കാർഡ് പറയുന്നത്. പരസ്പര ബഹുമാനമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറ. നിങ്ങൾ നിങ്ങളായി തന്നെ നിലകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളിലും മൂല്യങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിയെ ബഹുമാനിക്കൂ. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ മാജിക് സംഭവിക്കുന്നത്. പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.